Good morning, students. I think all of you are safe there. Did you study anything? Huh? In the previous class, we understand that all the shipmates of Velasco had drowned, isn't it? Don't you remember that? Huh? The sea was clear. The noise of the wind is like a howling of the dog. എന്താണ് നായ്ക്കൾ ഓടിയിടുന്ന പോലെയുള്ള സൗണ്ടാണ് കാറ്റടിക്കുമ്പോൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? യാതൊരു തടസ്സവും ഇല്ലാതെ സീയുടെ നടുക്കാണ് അല്ലേ? അപ്പൊ യാതൊരു തടസ്സവും ഇല്ലാതെ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. There were 6 life rafts in their ships. അവരുടെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതില് 6 ലൈഫ് റാഫ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. That is why he thought that his shipmates might have reached other life rafts. അതുകൊണ്ടാണ് വെലസ്കോ കരുതിയത് തന്റെ ഷിപ്മേറ്റ്സ് ഏതെങ്കിലും ലൈഫ് റാഫ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ടാവുന്നു. What did he tell about the life raft? ലൈഫ് റാഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്താണ് അവൻ പറയുന്നത്? This life raft was not supplied with the food items. Provisions എന്ന് പറയുന്നുണ്ട്. That is provision. ഫുഡ് ഐറ്റംസും വാട്ടറൊക്കെ ഉണ്ടായിരിക്കും ഈ ലൈഫ് റാഫ്റ്റിലൊക്കെ. ഇവരുടെ ഷിപ്പിൽ വന്നിട്ടുള്ള ലൈഫ് റാഫ്റ്റിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. And he saw the mast of the small ship was seen distinct. Distinct means clear. By seeing this, he understood that the ship hadn't drowned. അല്ലെ, ഒരു തിരയുടെ മുകളില് ഇവന്റെ ലൈഫ് റാഫ്റ്റ് മുകളിലേക്ക് വന്നപ്പോ അങ്ങകലെ ഇവരുടെ ഷിപ്പിന്റെ മാസ്റ്റ് കാണാൻ ഇവന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായത് എന്താണ്? By this he understood that the ship hadn't drowned. അത് മുങ്ങിപ്പോയിട്ടില്ല എന്ന് മനസ്സിലായി. He felt happy because he thought that the ship might be searching for them. അല്ലെ, Mr. Sailors, ഈ നഷ്ടപ്പെട്ട സെയിലേഴ്സിന് വേണ്ടി അവർ തിരച്ചിൽ നടത്തി തങ്ങളുടെ അടുത്തെത്തും എന്നൊരു പ്രതീക്ഷ വെലസ്കോന് കൊടുത്തു. He became aware of the sun. എന്താണ്? ഒന്നും ചെയ്യാനില്ല, എല്ലാ ഷിപ്മേറ്റ്സും drowned in the water. പിന്നെ എന്താ ചെയ്യാ? നേരം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് അവന് സൂര്യന്റെ ചൂടിനെ കുറിച്ച് ബോധം ഉണ്ടായത്. നടുക്കടലിലാണ് കിടക്കുന്നത് അല്ലെ, അതുകൊണ്ട് തന്നെ നല്ല ചൂടുമായിരിക്കും. ഇറ്റ് വാസ് ഹോട്ട് ആൻഡ് മെറ്റലിക് എന്ന് പറയുന്നുണ്ട്. മെറ്റലിക് എന്ന് പറഞ്ഞാൽ എന്താ? പഴുത്ത ലോഹത്തിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ സാധനത്തിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്കും ചൂട് പിടിച്ചു. ഇറ്റ് മീൻസ് ദാറ്റ് ഹോട്ട് ആൻഡ് brightness of the sun, the midday sun. It is very hot, isn't it? He was not fully recovered from the shock of the incident. എന്തായിരുന്നു ഇൻസിഡന്റ്? ആ ഷോക്കിൽ നിന്ന് അവൻ മുക്തി നേടിയില്ല. എന്തായിരുന്നു ഇൻസിഡന്റ്? അവന്റെ even though he tried hard, he could not save any one of his shipmates. അല്ലേ, തനിക്ക് തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ അവന് സാധിച്ചില്ല. വെറും 2 മീറ്റർ അകലത്തിൽ, കയ്യെത്താവുന്ന അകലത്തിൽ അവന്റെ ഷിപ്മേറ്റ്സ് എല്ലാം മുങ്ങി മരിച്ചു. അത് കണ്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അവന് ഉണ്ടായിരുന്നത്. He looked at his watch and found that it was perfect noon. വാച്ചിൽ അപ്പോഴാണ് സമയം നോക്കുന്നത്. അപ്പൊ മനസ്സിലായി ഓൺ ദ ഡോട്ട് എന്ന് പറയുന്നുണ്ട്. ഓൺ ദ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് ടൈം. ആ നോക്കിയ സമയത്ത് തന്നെയാണ് 12 മണിയായി എന്നുള്ളത് അവന് മനസ്സിലായത്. എക്സാക്ട്ലി ഓൺ ദ ടൈം. നമ്മൾ പറയില്ലേ, ആ നേരത്തെ തന്നെ അത് സംഭവിച്ചു എന്ന് പറയും. അതുപോലെ അവൻ വാച്ചിൽ നോക്കിയ നേരത്ത് 12 മണിയായിരുന്നു. When Velasco looked at his watch, it was exactly 12 o'clock. He became aware about the time for the first time.
തങ്ങളുടെ യാത്ര തുടങ്ങിയതിൽ പിന്നെ ആദ്യമായി ടൈമിനെ കുറിച്ച് ബോധവാനായത് അപ്പോഴാണ്. ഇത്ര നേരം തന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടില് സമയത്തെ കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടായിരുന്നില്ല. When he was in the ship before the shipwreck, Rengifo asked him the time. ഈ ഷിപ്പ്രെക്ക് നടക്കുന്നതിന് മുന്നേ റെഞ്ചിഫോ എന്നോട് ചോദിക്കുന്നുണ്ട് എത്രയായി സമയം. Then it was 11:30. അപ്പൊ സമയം 11:30 ആണ്. It took 10 minutes to everything happen. വെറും 10 മിനിറ്റിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിലാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടന്നത്. He thinks that the small ship will save him with 2 or 3 hours. Within 2 or 3 hours. 2-3 മണിക്കൂർ മതി. അതിന്റെ ഉള്ളിൽ എന്തായാലും ആ സ്മോൾ ഷിപ്പ് കണ്ടല്ലോ, മാസ്റ്റ് കണ്ടു എന്ന് പറയുന്നില്ലേ, ആ ഷിപ്പ് എന്തായാലും അന്വേഷിച്ചു വന്ന് എന്നെ രക്ഷിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. It was an extraordinary long time for him because he was alone in the sea. അല്ലെ, തനിയെ ഇരിക്കുമ്പോ ഒരുപാട് സമയം ഉണ്ട് എന്ന് തോന്നും. അതേസമയം നമ്മള് when we are with our friends and family, നമ്മളെ ഫ്രണ്ട്സിനോടൊപ്പം ഫാമിലിയോടൊപ്പം ആണെങ്കിൽ നമുക്കൊരിക്കലും സമയം സമയം തികയാതെ വരും. അതേസമയം നമ്മൾ തനിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ സമയം പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. We can spend endless time together. അല്ലെ, ഫ്രണ്ട്സിനോടൊപ്പം ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാം. But when we are alone, we get a bore. നമുക്ക് ബോറടിക്കും ഒറ്റയ്ക്കാവുമ്പോ അല്ലെ. Time stands still. എന്താ നമുക്ക് തോന്നാ? സമയം പോകുന്നില്ല, എന്ത് ഈ സമയം നീങ്ങാത്തതെന്ന് തോന്നും. That is the same case with telescope. Moreover, he was in the middle of the sea, but he tried to resign himself to it. എന്ന് പറഞ്ഞാൽ he tried to resign himself to it. അവൻ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. നടുക്കടലിലാണ്, തന്റെ ഒപ്പം ആരുമില്ല എന്നുള്ളത് അവന് മനസ്സിലായി. അതുകൊണ്ട് ഇനി വേറൊന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ തന്റെ വിധി ഇതാണെന്ന് സമാധാനിക്കുന്നു. What did Velasco resign himself to? Accepting something bad. That is a resign. ചീത്തയായിട്ടുള്ള കാര്യത്തോട് അത് ആക്സെപ്റ്റ് ചെയ്യുക. ചീത്തയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു ചീത്ത സിറ്റുവേഷനിലാണെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. He resigned himself to the fact that he was alone at the sea and had no food and water. അതാണ് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ആ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ അവൻ ശ്രമിക്കുകയാണ്. Because of the salt, his skin was hardened. അല്ലെ, ഉപ്പുവെള്ളമാണ് കടലില് അല്ലെ, അത് വസ്ത്രത്തിലൊക്കെ ആയി മേലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയാണ്. നിങ്ങൾ കടൽ കാണാൻ പോണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ജാതി ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഉപ്പുവെള്ളം മേത്തായി കഴിഞ്ഞാൽ. വേഗം ഉണങ്ങും, പക്ഷെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. His skin was hardened. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഹാർഡ് ആയ പോലെ തോന്നും നമുക്ക്. Why he do so? He splashed water over his head. എന്താ പറയുന്നത്? അവൻ വെള്ളം ബോട്ടിൽ ഇരുന്നിട്ട്, ലൈഫ് റാഫ്റ്റിൽ ഇരുന്നിട്ട് വെള്ളം ഇങ്ങനെ മുക്കി തലയിലൂടെ ഒഴിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? He had lost his cap. അല്ലെ, മുന്നേ അവന്റെ ക്യാപ്പ് നഷ്ടപ്പെട്ടു. And the sun was burning his head. നല്ല നട്ടപ്ര വെയിലത്താണ് ഇരിക്കുന്നത്, തല അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, മേലൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥത. നമ്മളും അങ്ങനെ ചെയ്യും അല്ലെ, ഒരുപാട് ചൂട് തോന്നുമ്പോ നമ്മൾ വെള്ളം കൊണ്ട് മുഖം കഴുകി അല്ലെങ്കിൽ കൈകൊണ്ടും കാലിലും വെള്ളമൊക്കെ ചെയ്യില്ലേ, അതുപോലെ അവൻ ചെയ്യാണ്. After doing this, he just sat there waiting for the rescue ship. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ട്. He has nothing to do then. അല്ലെ, ഒന്നും ചെയ്യാനില്ല, നേരെ പോവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? Then he noticed something. He felt pain on his right knee. വലത് കാലിന്റെ മുട്ടുകാലിന്റെ അവിടെ ഭയങ്കര വേദന തോന്നി. കാരണം വേദന ഇങ്ങനെ അധികമായി വരികയാണ്.
കാരണം ഇത്ര നേരം അവൻ അതിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല, വേറെ ജോലികൾ ഉണ്ടായിരുന്നു ചെയ്യാൻ. മരണവിപ്രാളത്തിലായിരുന്നു അല്ലെ. തന്റെ ഫ്രണ്ട്സിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ അപ്പൊ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ വേദനകളൊന്നും അറിഞ്ഞിരുന്നില്ല. നമ്മൾ പറയും രാത്രി നമ്മളുടെ അസുഖങ്ങളെല്ലാം കൂടുന്നു. രാത്രി കിടന്നു കഴിഞ്ഞാലാണ് മൂക്കടപ്പ്, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. പകലും നമ്മൾ തന്നെയല്ലേ ആയിരുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യാനും സമയം കളയാനും. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങി, നമ്മൾ തന്നെയല്ലേ ഉറങ്ങാണ്ട് കൊടുക്കുന്നത്. വയ്യാത്തവരനെ ഉറങ്ങാണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ അസുഖങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. Then he noticed something. He felt pain on his right knee. He wanted to check it. എന്താണ് അവ വേദന തോന്നുന്നുണ്ട്, വല്ലാത്ത വേദന ഉണ്ട് എന്ന് വിചാരിച്ച് എന്താണ് ചെക്ക് ചെയ്യാൻ നോക്കുകയാണ്. ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു റോൾ ഹിസ് ട്രൗസേഴ്സ് അപ്പ്. എന്തുകൊണ്ടാണ്? ട്രൗസറിന്റെ കാലുകള് പൊന്തിക്കാൻ ഇങ്ങനെ മടക്കി മേൽപോട്ട് കയറ്റാൻ, മുട്ടുകാല് വരെ കയറ്റിയാലേ കാണുള്ളൂ, കയറ്റാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഇറ്റ് വാസ് വെറ്റ്. ഒരുപാട് നനഞ്ഞിട്ടുണ്ട് അല്ലെ, എത്ര നേരം കടൽവെള്ളത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അത് നനഞ്ഞങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ്. ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഫിറ്റുള്ള ഒരു സാധനം കൂടി ആവുമ്പോ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ മടക്കിയിട്ട് മേലോട്ട് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് വെൻ ഹി ഡിഡ് ദാറ്റ്, അവൻ അത് ചെയ്തു കഴിഞ്ഞപ്പോ, കയറ്റി കഴിഞ്ഞപ്പോ, ഹി വാസ് സ്റ്റാർട്ടിൽഡ്, ഞെട്ടിപ്പോയിരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് he saw a half moon shaped wound on the lower part of his right knee. വലതുവശത്തെ മുട്ടുകാലിന്റെ താഴത്തായിട്ട് ഒരു ഹാഫ് മൂൺ ഷേപ്ഡ് wound, ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ഒരു മുറിവ് കാണാൻ അവന് സാധിച്ചു. That was dry because of the effect of the salt water. Salt water ആയതുകൊണ്ട് പറഞ്ഞു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ രക്തമൊന്നും വരുന്നൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. വെലസ്കോ couldn't decide what to do. എന്താ ചെയ്യേണ്ടതെന്ന് അവന് തന്നെ അറിയില്ല. എങ്ങനെ നേരം പോവാ? റെസ്ക്യൂ ചെയ്യാൻ ഷിപ്പ് എത്തിയാലേ അവന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുവരെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. At last he decided to take an inventory of his belongings. എന്താ അവസാനം തീരുമാനിച്ചത്? തന്റെ പോക്കറ്റിലൊക്കെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, എന്തൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് നോക്കാം. What was the items in the list of the belongings of Velasco? എന്തൊക്കെയായിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ? A watch, a gold ring, a chain with a medal of the Virgin of Carmel, keys to his locker, 3 business cards, etc. etc. ഇത്രയും സാധനങ്ങളാണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. In every minute he was looking at the watch. അല്ലേ, ഓരോ നിമിഷവും അവൻ അവന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. എന്താണ്? എന്തുകൊണ്ടാണ്? സമയം കടന്നു പോകുന്നില്ല, സമയം ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് അവന് തോന്നുന്നത്. The gold ring was purchased for me. ഓരോ സാധനങ്ങളും, അവന്റെ കയ്യിലുള്ള ഓരോ സാധനങ്ങളും എവിടെ നിന്ന് മേടിച്ചതാണെന്ന് ചിന്തിക്കുകയാണ്. The gold ring was purchased from Cartagena. കാർട്ടജീനയിൽ നിന്നാണ് ഗോൾഡ് റിംഗ് വാങ്ങിയത്. നെക്സ്റ്റ് വൺ is a chain with a medal of the Virgin Mary, Virgin of Carmel. It is religious thing. He purchased it from, it also from Cartagena for 35 pesos. What is pesos? Currency in Colombia. Pesos is the currency in Colombia. Then you have heard of Virgin Mary, Our Lady, haven't you? In the first lesson, who was Virgin Mary? Mother of Jesus Christ. In the first lesson, till bring some paintings to give to Archduke of Battenberg. Next one is a key of his locker. അടുത്ത സാധനം എന്തായിരുന്നു? ലോക്കറിന്റെ
താക്കോലാണ്. ലോക്കർ ഷിപ്പിലാണ്, ഷിപ്പിലുള്ള ലോക്കറിന്റെ താക്കോലാണ് കയ്യിലുള്ളത്. And 3 business cards. Where did he get these cards? Yes, he got it from a shopping mobile in Alabama. അലബാമയിലെ ഒരു ഷോപ്പിൽ നിന്നും ലഭിച്ചതാണ് ഈ 3 ബിസിനസ് കാർഡ്. വാങ്ങിയതാണ് അവർ. As there was nothing to do, അല്ലേ, ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് he was waiting, വെറുതെ കാത്തിരിക്കുക, ഷിപ്പ് എത്തുന്നത് വരെ കാത്തിരിക്കുക. അത് മാത്രമേ അവന് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. Let us read the lesson. Then where did we stop in the previous class? Huh? The howl of the wind. That we have already finished. 12th paragraph. 12th one. There was no reason they shouldn't have reached it. എന്തിനെ കുറിച്ചാ പറയുന്നത്? There was no reason they shouldn't have reached it. ലൈഫ് റാഫ്റ്റിനെ കുറിച്ച്, അവന്റെ ഷിപ്പ്മേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. 6 ലൈഫ് റാഫ്റ്റ്സ് ഉണ്ടായിരുന്നു ഷിപ്പില്. അതുകൊണ്ട് തന്നെ തന്റെ ഷിപ്പ്മേറ്റ്സ് ആരെങ്കിലും ഒക്കെ ലൈഫ് റാഫ്റ്റ്സ് പിടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൽ കയറി പറ്റാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും എന്നവൻ പ്രതീക്ഷിച്ചു. The rafts weren't provisioned. In fact, none of the life rafts of the small ship was outfitted. എന്താണ്, ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങളൊന്നും ആ സ്മോൾ ഷിപ്പില് ഉണ്ടായിരുന്നില്ല. But there were 6 of them. പക്ഷെ 6 ലൈഫ് റാഫ്റ്റ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നും വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും 6 എണ്ണം ഉണ്ടായിരുന്നു. Apart from the rowboats and the whalers. whalers എന്ന് പറഞ്ഞാൽ വെയിലിനെ ഹണ്ട് ചെയ്യാൻ പോകുന്നവര്, കടലിൽ വെയിലിനെ ഹണ്ട് ചെയ്യാൻ പോകുന്നവർ ഉപയോഗിക്കുന്ന റാഫ്റ്റിനെയാണ് വെയിൽ. What is that? whalers എന്ന് പറയുന്നത് കേട്ടോ. It was reasonable to believe that some of my mates had reached the other life rafts. അതുകൊണ്ട് തന്നെ 6 ലൈഫ് റാഫ്റ്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ലൈഫ് റാഫ്റ്റ്സിൽ കയറി പറ്റിയിട്ടുണ്ടാവും എന്ന് കരുതി. As I had reached mine, ഞാനൊന്നും കയറി പറ്റിയില്ല, അതുപോലെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. And perhaps the destroyer was searching for us. ഡിസ്ട്രോയർ കലഡാസ് എന്ന് പറയുന്നുണ്ട് ഷിപ്പിന്റെ പേര് അല്ലേ. ഷിപ്പ് എന്ന് വേണമെങ്കിൽ ഞങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. Very soon I was aware of the sun. A midday sun, hot and metallic, stupefied, not fully recovered. I looked at my watch. It was noon on the dot. Exactly 12 o'clock that time. The last time Rengifo had asked me the time on the small ship, it was 11:30. ആ സ്മോൾ ഷിപ്പിലായിരുന്നപ്പോ അവസാനം റെങ്കിഫോ ചോദിക്കുമ്പോ സമയം 11:30 ആയിരുന്നു. I had checked the time again and the disaster had not yet occurred. അപ്പോഴൊന്നും ഡിസാസ്റ്റർ സംഭവിച്ചിട്ടില്ല. When I looked at my watch on the life raft, it was exactly noon. പക്ഷെ ഇപ്പോ എല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ ലൈഫ് റാഫ്റ്റിൽ എത്തിയപ്പോ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് സമയം നോക്കിയത്. സമയം നോക്കിയപ്പോ 12 മണിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഏകദേശം 10 മിനിറ്റിന്റെ ഉള്ളിലാണ് ഇത്തരം സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. It had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. എന്തൊക്കെയായിരുന്നു സംഭവങ്ങള്? To reach the life raft, ലൈഫ് റാഫ്റ്റിൽ കയറാൻ എനിക്ക് പറ്റിയതും പിന്നെ and try to rescue my shipmates, എന്റെ ഷിപ്പ്മേറ്റ്സിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. and stand motionless in the raft, കുറച്ചു നേരം റാഫ്റ്റില് മോഷൻലെസ് ആയിട്ട്
നിന്നു, അനക്കമില്ലാതെ നിന്നു. സെർച്ചിങ് ദ എംപ്റ്റി സീ. ആരെങ്കിലും പൊന്തി വരുന്നുണ്ടോ? എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും, എല്ലാവരും മുങ്ങിപ്പോയി. അപ്പൊ ആരെങ്കിലും ഇനി പൊന്തി വരുന്നുണ്ടോ എന്ന് നോക്കി കുറച്ചു നേരം നിന്നു. I thought it would take them at least 2 or 3 hours to rescue me. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? I thought it would take them at least 2 or 3 hours to rescue me. എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ, ആരെയും രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല, ഇനി എന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഷിപ്പിലുള്ളവർക്ക് എന്താണ് 2-3 മണിക്കൂർ നേരത്തെ കഷ്ടപ്പാട് ഉണ്ടാവും. അതാണ് അവൻ വിചാരിക്കുന്നത്. 2-3 മണിക്കൂറിന്റെ ഉള്ളിൽ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരും. 2 or 3 hours I calculated. It seemed an extraordinarily long time to be alone at sea. ഈ 3 മണിക്കൂർ എങ്ങനെ തനിയെ ഈ സീയുടെ നടുക്ക് കഴിച്ചു കൂട്ടും. But I tried to resign myself to it. പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, എന്തായാലും ഞാൻ കഴിഞ്ഞേ പറ്റൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. But I tried to resign myself to it. I had no food or water, and by 3 in the afternoon I would surely have a searing thirst. എന്താണ്? 3 മണിക്ക് ആവുമ്പോഴേക്കും എനിക്ക് വല്ലാതെ ദാഹം അനുഭവപ്പെടും. കാരണം കുറെ നേരമായി എന്തെങ്കിലും കഴിച്ചിട്ട്. വെള്ളം കുടിക്കാനടക്കം ഇല്ല. ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ 3 മണി ആവുമ്പോഴേക്കും എനിക്ക് ദാഹം നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. The sun burned my head and my skin, which was dry and hardened by salt. ഉപ്പുവെള്ളം കാരണം എന്റെ തൊലിയെല്ലാം ഭയങ്കര ഹാർഡായി പോയി. Since I had lost my cap, I splashed water on my head. എന്റെ തൊപ്പി നഷ്ടപ്പെട്ടത് കൊണ്ട് എന്താണ്, തല തിളച്ചു വന്നിട്ടാണ് കിടക്കുന്നത്. തലയിൽ ഇങ്ങനെ സണ്ണിന്റെ രശ്മികൾ അത്രയും ഹാർഡായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമുക്ക് തലയിൽ കൂടെ ഒഴിക്കുകയാണ്. Then here waiting to be, I just sat on the side of the raft waiting to be rescued. It was only then that I felt the pain in my right knee. ആ സമയത്താണ് എന്റെ കാലിൽ ഒരു വേദന എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. The thick blue drill fabric of my trouser leg. ട്രൗസറിന്റെ കാലിന്റെ ഭാഗം ഒട്ടിപ്പിടിച്ചിട്ട് നനഞ്ഞൊട്ടിപ്പിടിച്ച് കിടക്കാണ്. Was wet, so I had a hard time rolling it up. അത് മുകളിലേക്ക് കയറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. But when I did, I was startled. എന്താ കണ്ടത്? I saw a deep half moon shaped wound on the lower part of my knee. I didn't know if I had gashed it on the side of the ship. ഷിപ്പിന്റെ സൈഡിൽ തട്ടിയോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എങ്ങനെ ഇങ്ങനെ ഒരു മുറിവ് വന്നു എന്ന് എനിക്കറിയില്ല. കാരണം അപ്പോഴത്തെ വെപ്രാളത്തില് ഷിപ്പ് മറിഞ്ഞു കഴിഞ്ഞപ്പോ, ഷിപ്പ്രക്ക് ആയപ്പോ ആ വെപ്രാളത്തിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടെയെങ്കിലും തട്ടിയിട്ടാണോ കാല് മുറിഞ്ഞത്? Or if it had happened when I hit the water, for I don't notice it until I was seated in the life raft. Life raft ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water, I imagine. Uncertain as to what to do, I decided to make an inventory of my belongings. I wanted to figure out what I could count on in my solitude at sea. എന്റെ ലോൺലിനെസ്സിൽ സമയം കളയാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഒന്ന് സെർച്ച് ചെയ്യാം. First of all, I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. In addition, I had my gold ring. In addition means in addition to my watch. എന്റെ വാച്ച് കൂടാതെ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ. I had my gold ring which I had bought in Cartagena the year before, and a chain with a medal of Virgin of Carmen on it. പിന്നെ Virgin of Carmenന്റെ ചിത്രമുള്ള ഒരു മെഡൽ, ഒരു വലിയൊരു തകിടിന്റെ മെഡൽ.
Virgin of Carmen on it, also purchased in Cartagena from another sailor for 35 pesos. 35 pesos മറ്റൊരു sailor കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കാർത്തജീനയിൽ വെച്ച്. In my pockets, I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in Mobile. One day in January, when I had gone out shopping. ജനുവരിയിൽ ഒരു ദിവസം ഞാൻ മൊബൈലില് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു കടയിൽ നിന്നും കിട്ടിയതാണ് ഈ ബിസിനസ് കാർഡ്സ്. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഐ റെഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ്. പറഞ്ഞ സമയം കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞു പോകുന്നത് അറിയാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നീങ്ങുന്നില്ലെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞു. അപ്പൊ അത് അറിയാതിരിക്കാൻ, ആ മടുപ്പ് അറിയാതിരിക്കാൻ അവൻ ഇതെല്ലാം വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് ഇരുന്നു. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു ഐ റെഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ്, എന്റെ ശ്രദ്ധയെ പിന്തിരിപ്പിക്കാൻ. അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്, എന്നെ രക്ഷിക്കുന്നത് വരെ ഇങ്ങനെ ഇരിക്കാമെന്ന് ഞാൻ കരുതി. Then here we stop the class. Then you have to read the lesson well. Then only you can answer the questions. Then in the next class, we will start a new lesson. Till that time, goodbye.